ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ അനാലിസിസ് ആകാൻ വേണ്ടിയിട്ട് ഡാറ്റ അനലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വിഷ്വലൈസേഷൻ ടൂളായ ടാബ്ലൂവിനെ കുറിച്ചാണ്. നമ്മൾ ടാബ്ലൂവിൽ എന്തെല്ലാം നമുക്ക് ഡാറ്റ അനലിസ്റ്റിന് എന്തെല്ലാം ചെയ്യാം, അതിൻ്റെ ഒരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിന് പാർട്ടായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കണം, നിങ്ങൾക്ക് ഓരോ ലൈവ് അപ്ഡേറ്റ് ഓരോ വീഡിയോകളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേഷൻ തരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ ക്ലാസ്സിൽ ടാബ്ലോ ആണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് സെയ്ദ് താജുദ്ദീൻ തങ്ങൾ KC എന്നാണ്. ഓക്കെ, ഡാറ്റ അനലിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിൽ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ടാബ്ലൂവിൻ്റെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാം, ടാബ്ലൂ പബ്ലിക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മുന്നത്തെ വീഡിയോ പ്ലേലിസ്റ്റിൽ ടാബ്ലൂ എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, പിന്നെ ടാബ്ലൂ പബ്ലിക്, ഗ്രാഫിക് യൂസർ ഇൻ്റർഫേസ്, ബേസിക്സ്, അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യും. പിന്നെ ഡാറ്റ ഫീൽഡ്, ഡാറ്റ ടൈപ്പ്, മെഷർ ആൻഡ് ഡയമെൻഷൻ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്, കൺവേർട്ട് മെഷർ ടു ഡയമെൻഷൻ. ഇതെല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയാത്തൊരു ആദ്യം ഉണ്ടാകേണ്ട, വീഡിയോ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാബ്ലോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഓൾറെഡി ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട് അതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ദെൻ നമ്മൾ ഈ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റ് ലിങ്ക് ഉണ്ട്. ഓക്കെ, അത് നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ഡാറ്റ കയറിയിട്ട് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ SQLൻ്റെ സീരീസ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ഡാറ്റ അനാലിസിസ് യൂസിങ് SQL മീൻസ് BigQuery യൂസ് ചെയ്ത് എങ്ങനെ ഡാറ്റ അനാലിസിസ് ആണെന്നുള്ള ഒരു കംപ്ലീറ്റ് സീരീസ് ഞാൻ BigQuery എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അത് കാണാം. അത് കണ്ടിട്ട് ഇതിലേക്ക് വരുന്നവർക്ക് ആ ഡാറ്റ അനാലിസിസ് ചെയ്ത ഡാറ്റകളെ എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യം അത് നിങ്ങൾ കണ്ടിട്ടാണ് എല്ലാ സീരീസ് കംപ്ലീറ്റ് ചെയ്തതിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ എളുപ്പമാവും. ഇനി അതല്ല ഡയറക്റ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾക്ക് എന്താക്കാം, ഇതിലും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഡാറ്റ അനാലിസിസ് ഉണ്ടാവും. ഓക്കെ, ഡാറ്റ അനാലിസിന് ആദ്യം തന്നെ വേണ്ടത് എന്താണ്, ഡാറ്റകൾ വേണം. ഓക്കെ, അപ്പോൾ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന റോള് നമ്മളുടെ അല്ല. ഓക്കെ, ഇന്നത്തെ ഇലക്ട്രോണിക്സ് സർവറിലേക്കും ഡാറ്റകളെല്ലാം ജനറേറ്റ് ചെയ്തിട്ട് അത് ഓൾറെഡി ഡാറ്റ ജനറേറ്റ് ചെയ്ത ഡാറ്റ സിസ്റ്റം എൻജിനീയേഴ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതിന് ആ ജനറേറ്റ് ചെയ്ത ഡാറ്റകളാണ് നമ്മുടെ കയ്യിൽ എത്തില്ല. ഓക്കെ, ഇത് പല ഫോമാണ്. എക്സൽ ഫോം ആവാം, CSV ഫോം ആവാം, CSV സെപ്പറേറ്റഡ് വാല്യൂ എന്നുള്ള ആ ഫോമിലാവാം. പിന്നെ അതേപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ആവാം, സ്ട്രക്ചേർഡ് ആവാം, പല രീതിയിൽ നമുക്ക് ഡാറ്റകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ കിട്ടിയാൽ എങ്ങനെ അതിനെ SQL അല്ലെങ്കിൽ BigQuery യൂസ് ചെയ്തിട്ട് BigQuery or SQL യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഡാറ്റനെ
നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ ആ ബിക്വറിൻ്റെ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ചെയ്ത ഡാറ്റകളാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ നമുക്ക് അത് എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ വിഷ്വലൈസേഷൻ ടൂൾ ടാബ്ലോ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഡാറ്റ ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഡാറ്റ ജനറേറ്റ് ചെയ്ത ഡാറ്റേനെ എന്താക്കണം നമുക്ക് ഒരു ഡാറ്റാബേസ് വെച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ സ്റ്റോർ ചെയ്ത് ഡാറ്റാബേസ് വെച്ച് സ്റ്റോർ ചെയ്ത സാധനങ്ങൾ നമുക്ക് എന്താക്കാം, എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും ഡാറ്റകൾ സ്റ്റോർ ചെയ്തത്. ടേബിളിൽ എന്തെല്ലാം ഉണ്ട്? ഇത് ഇങ്ങനെ ഹൊറിസോണ്ടൽ റോ, വെർട്ടിക്കലായിട്ട് എന്തെല്ലാം, വെർട്ടിക്കലായിട്ട് കോളം, ഇങ്ങനെ കോളം റോ ബേസിൽ സ്റ്റോർ ചെയ്ത ഡാറ്റകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഈ സ്റ്റോർ ചെയ്ത ഡാറ്റകൾ അനാലിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് SQL അഥവാ സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്. ഈ സെയിം SQL ഓർ പിന്നെ അതായത് നമ്മൾ BigQuery യൂസ് ചെയ്തിട്ടും എന്താക്കാം, ഗൂഗിളിൻ്റെ BigQuery യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇതിന് സ്ട്രക്ചർഡ് ഡാറ്റകൾ നമുക്ക് അനാലിസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അനാലിസ് ചെയ്ത ഡാറ്റകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെങ്ങനെ വിഷ്വലൈസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത് ഡാറ്റകൾ കിട്ടി. ഡാറ്റ എക്സ്ട്രാക്ട് ദ ഡാറ്റ ഫ്രം ദി ഡാറ്റാബേസ് നമ്മൾ SQL യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ കയ്യിലേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡാറ്റകൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ആയ വീഡിയോസ് നമ്മൾ ബിക്വറിൻ്റെ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു വന്നാൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഈ SQL ബേസിക് ആയിട്ട് പറയുന്നത്, നമുക്ക് ഓരോ ഡാറ്റകൾ, വ്യത്യസ്തമായ ഡാറ്റകൾ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നുള്ള രീതിയിൽ നമുക്ക് എന്താക്കാം, ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്തെടുക്കാം. ഓക്കെ, ടേബിളിൽ ഒരു ടേബിളിൽ തന്നെ വ്യത്യസ്തമായ, ഇപ്പോൾ ഒരു സെയിൽസ് റിപ്പോർട്ട് ഒരു ദിവസത്തെ ഡാറ്റ ഒരു ഷീറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത ദിവസം അടുത്ത ഷീറ്റിൽ, അങ്ങനെ ഒരു ടേബിളിൽ തന്നെ വ്യത്യസ്തമായ ഷീറ്റുകളിലാക്കിയിട്ട്, ഷീറ്റ് മീൻസ് പേജുകളിലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെയല്ല നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ അപ്പോൾ SQL ഞാൻ ഓൾറെഡി പറഞ്ഞു, SQL യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഓക്കെ, ഈ എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റ ചാർട്ട് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൂളുകൾ യൂസ് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാബ്ലോ അല്ലെങ്കിൽ പവർ BI ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ടാബ്ലോ ചെയ്യുന്ന സെയിം സംഭവങ്ങളാണ് പവർ BI വെച്ചിട്ട് ചെയ്യാം. പവർ BI പ്രൊവൈഡ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. ഓക്കെ, എന്നാൽ ഈ ടാബ്ലോ പവർ BI ഏതാ, അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് നമ്മൾ പറയാം. ലാർജ് ഡാറ്റകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം ടാബ്ലോ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ടാബ്ലോ പബ്ലിക് ആണ്. ടാബ്ലോ നമുക്ക് മാക്കിൽ യൂസ് ചെയ്യാം. പിന്നെ വിൻഡോസിൻ്റെത് പവർ BI പ്രൊവൈഡ് ചെയ്യുന്ന വിൻഡോസ് ആണ്. അപ്പോൾ ഇത് സ്മാൾ ഡാറ്റകളും മീഡിയം ലെവൽ ഡാറ്റകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് പവർ BI ആണ്. ഓക്കെ, വിൻഡോസിൻ്റെ ആയതുകൊണ്ട് വിൻഡോസിലെ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്കിൽ വേണമെങ്കിൽ ടാബ്ലോ തന്നെയാണ് നമുക്ക് നല്ലത്. ഓക്കെ, മനസ്സിലായില്ലേ? ദെൻ ഡാറ്റ വിഷ്വലൈസേഷന് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഇനി ഡാറ്റ വിഷ്വലൈസേഷൻ, ഡാറ്റ എക്സ്ട്രാക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് SQL ആണ്. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ SQL യൂസ് ചെയ്ത് മീൻസ് BigQuery യൂസ് ചെയ്തിട്ട്, BigQueryയുടെ SQLൻ്റെ സെയിം ടൂളുകൾ തന്നെയാണ് BigQueryയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ BigQuery യൂസ് ചെയ്ത് എങ്ങനെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ബിഗിനേഴ്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ഡീറ്റെയിൽ
വീഡിയോ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പൈത്തൺ യൂസ് ചെയ്തിട്ടും അനാലിസ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റകൾ അനാലിസ് ചെയ്യാൻ കോമൺ ആയിട്ട് പൈത്തൺ യൂസ് ചെയ്യലുണ്ട്. ഓക്കെ, ഇതേ അനാലിസ് തന്നെ ബിഗ്ക്വറി യൂസ് ചെയ്തും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അനാലിസ് ചെയ്ത ഡാറ്റകളെ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ടാബ്ലോ യൂസ് ചെയ്യുന്നത്. ടാബ്ലോ യൂസ്ഡ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദി എന്തിന് ഡാറ്റ വിഷ്വലൈസേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഈ സീരീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വിഷ്വലൈസേഷൻ നമ്മൾ ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്താക്കണം, കമ്പ്യൂട്ടർ ഉള്ളവർ എന്താക്കണം, ലാപ്പോ കമ്പ്യൂട്ടറോ ഡെസ്ക്ടോപ്പോ ഉണ്ടെങ്കിൽ ഓൺ ചെയ്തേക്കുക, നമ്മളെ ടാബ്ലോ ഡൗൺലോഡ് ചെയ്തിട്ട് ഓക്കെ ഡാറ്റ സെറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കണം, അതിലേക്ക് ഞാൻ ചെയ്യുമ്പോൾ തന്നെ പാരലായിട്ട് നിങ്ങളും ചെയ്ത് മീൻസ് ആ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ പാരലായിട്ട്, ഇത് റെക്കോർഡ് വീഡിയോ ആണല്ലോ, ലൈവ് അല്ലല്ലോ, അപ്പോൾ പാരലായിട്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓരോ ഏരിയയും നിങ്ങൾ ചെയ്തു വെച്ച് അതിന് ശേഷം നമ്മൾ ചെയ്തതിന് ശേഷം ഉറപ്പുവരുത്തി നിങ്ങൾ അടുത്ത സ്പോസ് ചെയ്തിട്ട് വീഡിയോ കാണും. ആ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ മെത്തേഡാണ് ഈ പുതിയൊരു സ്കില്ല്, മെയിൻലി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സ്കില്ല് നമ്മൾ പഠിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളത് എല്ലാം മറന്നു പോകും. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് അടുത്ത ഓരോ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ആ ടാബ്ലോ സോഫ്റ്റ്വെയർ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ടാബ്ലോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത പല ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത എന്താ പറയുക ഡാഷ്ബോർഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ടാബ്ലോ ഓൺ ചെയ്താൽ ഇതേപോലത്തെ നിങ്ങൾക്കൊരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡാറ്റകൾ ആഡ് ചെയ്യണം. അപ്പോൾ ഡാറ്റ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഡാറ്റ ആഡ് ചെയ്യാൻ ഒന്നെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഫോർമാറ്റിൽ ചെയ്യാം, ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്യാം, ജേസൺ ഫയൽ, മൈക്രോസോഫ്റ്റ് ആക്സസ് PDF ഫയല്, പിന്നെ ഒരുപാട് ഇതേ ടൈപ്പ് എല്ലാ ഫയലുകളും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ഫസ്റ്റ് ഇനി വേണ്ടിയിട്ട് ഞാൻ ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റ എക്സൽ ഫോർമാറ്റിലുള്ള ഡാറ്റകളാണ്. ഓക്കെ, ക്ലീൻ ചെയ്ത ഡാറ്റകളാണ്. അത് ഓൾറെഡി എൻ്റെ അടുത്ത് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കൊടുക്കാം ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്നതും അതുപോലെ ഡാറ്റകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കയറിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റായിട്ട് എക്സൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഒരുപാട് എക്സൽ ഡാറ്റകളുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റോർ സാമ്പിൾ സ്റ്റോർ, ഒരുപാട് ഡാറ്റകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ സാമ്പിൾ സ്റ്റോർ ഇതാ ഇവിടെ സാമ്പിൾ സൂപ്പർ സ്റ്റോർ എന്നുള്ള ഇതാണ്, ഈ ഡാറ്റയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതായി കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റ ഇതിൽ എന്താ പറയല് ടാബിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഒരുപാട് ഡാറ്റകളുണ്ട്. ഓർഡേഴ്സ്, പീപ്പിൾ റിട്ടേൺ അങ്ങനെ ഒരുപാട് ഡാറ്റകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഓർഡേഴ്സ് എന്നുള്ള ഈ ടേബിളിലേക്ക് ഇത് ഉണ്ട് ടേബിള്. ഈ ടേബിൾ 3 ടേബിളുകളാണ് ഓർഡേഴ്സ്, പീപ്പിൾ, റിട്ടേൺസ്. ഈ ഓർഡേഴ്സ് എന്നുള്ള ടേബിൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഷീറ്റ് 1 എന്നുള്ള ഇവിടെ കണ്ടില്ലേ, ഡാറ്റ സോഴ്സിൻ്റെ അടുത്ത് ഷീറ്റ് 1 ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ അടിയിലുള്ളത് എന്താണ്, ന്യൂ വർക്ക് ഷീറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു അനാലിസിസ് ചെയ്യുമ്പോൾ ന്യൂ വർക്ക് ഷീറ്റിലാണ് ചെയ്യില്ല. അതെല്ലാം നമ്മൾ മുന്നിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറയും. പിന്നെ ഡാഷ്ബോർഡിനുള്ള ഒരു അടുത്ത ഇത് വരുന്ന ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് എങ്ങനെ നമ്മൾ ഒരുപാട് ഷീറ്റിൽ ഒരുപാട് അനാലിസിസ് ചെയ്ത് വിഷ്വലൈസും ചെയ്ത് അതിനെ ഡാഷ്ബോർഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡാഷ്ബോർഡ് എന്നുള്ളത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റോറി, അത് സ്റ്റോറി ഒരു കഥ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോറീസ് എല്ലാം ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഡാഷ്ബോർഡ് ഈ ഡാഷ്ബോർഡിലാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഷീറ്റ് എന്നുള്ളത് എടുക്കുന്നു, ഒരു ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരല്. ഈ ഇൻ്റർഫേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയുണ്ട്. ഈ ടാബ്ലോ ആദ്യം മുകളിൽ ഫയൽ, ഡാറ്റ, ഷീറ്റ്, ഡാഷ്ബോർഡ്, സ്റ്റോറി, അനാലിസിസ്, മാപ്പ്, ഫോർമാറ്റ്, സെർവർ, വിൻഡോ, ഹെൽപ്പ്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ പറയും. അപ്പോൾ ഇതിൽ എൻ്റെ ടേബിളിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ടേബിൾ ഡാറ്റകൾ രണ്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കാറ്റഗറി, സിറ്റി, കൺട്രി, റീജിയൻ, കസ്റ്റമർ ഐ ഡി, ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, സബ് കാറ്റഗറി വരെയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ ഒരു ഏരിയയിൽ ഇത് കണ്ടില്ലേ, ഇതെല്ലാം എന്ത് ബ്ലൂ കളറാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് ടേബിൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയമെൻഷന് 99% ഡയമെൻഷൻസും എന്തായിരിക്കും, ഈ ഡിസ്ക്രീറ്റ് ഫോമിലായിരിക്കും. ഇപ്പം നമ്പേഴ്സ് മീൻ 1 2 3 അങ്ങനെ നമ്പേഴ്സ് മോഡലിൽ ഉള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി 1.5 അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. കണ്ടിന്യൂസ് രീതിയിൽ നമ്മൾ ആരും ഡയമെൻഷൻ പറയില്ല. സിറ്റി ആണെങ്കിൽ ഒരു സിറ്റി, 2 സിറ്റി, 3 സിറ്റി അങ്ങനെയല്ല പറയില്ലേ. കൺട്രി ആണെങ്കിൽ ഒന്നാമത്തെ കൺട്രി, രണ്ടാമത്തെ കൺട്രി അങ്ങനെയല്ല പറയില്ല. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ഫോമിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇവിടെ ഉണ്ടോ, മെഷേഴ്സിലാണ് കണ്ടിന്യൂസ് ഫോമിലുള്ള കാര്യങ്ങളെല്ലാം മെഷേഴ്സിലാണ്. ഈ മെഷേഴ്സിലുള്ള കാര്യങ്ങളെല്ലാം ഗ്രീൻ കളറിലായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാകും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ കണ്ടില്ലേ ഗ്രീൻ, സ്റ്റാർ എന്നുള്ളത് ഉണ്ട് ഗ്രീൻ. ഇതോരോ ഇവിടെ ബ്ലൂ ആണ്. കൺട്രി ഒരു ഗ്ലോബൽ ഒരു സിമ്പിൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഐ ഡി ഒരു ABCD എന്നുള്ള നമ്പറിലാണ്. പിന്നെ ഓർഡർ ഡേറ്റ് കലണ്ടർ ടൈപ്പ് ആണ്. അതാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇവിടെ മെഷർ നെയിമിലുള്ള ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും. ഡിസ്കൗണ്ട് 2.5% അങ്ങനെയൊക്കെ വരുന്നില്ല. കണ്ടിന്യൂസ് ആവാം, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഡിസ്കൗണ്ട്. പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആണ്, ക്വാണ്ടിറ്റി കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ മെഷേഴ്സിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഒരു ഡാഷ്ബോർഡ് മീൻസ് ഒരു അനാലിസിസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇതിൽ സെയിൽസ് എന്നുള്ളത് എടുത്തിട്ട് ഈ കോളത്തിലേക്ക് ഇട്ടു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കാറ്റഗറി എന്നുള്ളത് റോസിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു ചാർട്ട് കിട്ടി. ഓക്കെ, ചാർട്ടായിട്ട് അനാലിസിസ് കിട്ടി. ഇപ്പോൾ ഈ ചാർട്ടിൽ ഫർണിച്ചർ എന്നുള്ള സാധനം എത്രയുണ്ട്, കാറ്റഗറിയിൽ ഫർണിച്ചർസിൻ്റെ സെയിൽസ് എത്രയാണ്, 7,42,000. ഇനി ഇതിലേക്ക് വന്ന് നോക്കിയാലോ, ഈ ഓഫീസ് സപ്ലൈസ് എന്നുള്ളത് 7,19,047. ടെക്നോളജി എന്നുള്ളതോ 88,36,154. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാർ ചാർട്ട് ആയിട്ട് നമുക്ക് ഈ ചാർട്ടിനെയാണ് പറയുന്നത് ബാർ ചാർട്ട്. അത് സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ബിഗ്ക്വറിയിലാണെങ്കിൽ നമ്മൾ ഇത് ഇതേപോലെ അനാലിസിസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരു കാര്യം പെട്ടെന്ന് നമ്മളെ മാനേജേഴ്സ്മാർക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ഈ ടാബ്ലോ അല്ലെങ്കിൽ കർവിയോ യൂസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം, കാര്യങ്ങൾ ക്യാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ ഏറ്റവും 74 കൂടുതലാണ്, 71 വീണ്ടും കുറവ്. അപ്പോൾ ഇതൊരു ഓർഡറിൽ വരണം. ഒന്നെങ്കിൽ നമ്മൾ ബിഗ്ക്വറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നെങ്കിൽ എന്താ പറയല്, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ, അസെൻഡിങ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് ഒരു ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടാബ് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം, ഇങ്ങനെ അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ, അസെൻഡിങ് മീൻസ് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ അതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അസെൻഡിങ് ഓർഡർ ആദ്യം ചെറുത് വന്നു, പിന്നെ അതിനായിട്ട് കൂടുതൽ. ഡിസെൻഡിങ് ആണ് ഏറ്റവും വലുത് ഫസ്റ്റ് വരണമെങ്കിൽ, ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്ന ടെക്നോളജിയാണ്. അപ്പോൾ അത് ഫസ്റ്റ് വരാണ്. ഇവിടെ ഈ ടാബിൽ ഇത് കൊടുത്താൽ മതി. ഓക്കെ,
അപ്പോൾ സിമ്പിൾ അല്ലേ, BigQuery ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ടെക്നോളജി ഇതിപ്പോൾ എനിക്ക് എന്താക്കണം, ഈ ടെക്നോളജീൻ്റെ സെയിൽസ് എത്രയെന്ന് അറിയണമെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് മൗസ് കേസർ വെക്കണം. അപ്പോൾ അതെനിക്ക് ഇവിടെ തന്നെ വരണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സം ഓഫ് സെയിൽസ് എന്നുള്ള ഇതെടുത്തിട്ട് ഈ ലേബൽസ് കൊണ്ടുപോയിട്ട് ഇട്ടാൽ മതി. ഓക്കെ, കണ്ടോ, അപ്പോൾ ഓട്ടോമാറ്റിക് ലേബൽസ് ഇവിടെ വന്നു. സിമ്പിൾ അല്ലേ, വെരി സിമ്പിളായിട്ട് നമുക്ക് ടാബ്ലോ യൂസ് ചെയ്ത് ഡാറ്റ അനാലിസിസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഈ സെയിൽസ് ഡിഫറൻസ് സെയിൽസ് ഉള്ള കാര്യങ്ങൾ ഇവിടുത്തെ കളർ മാറ്റണം എന്നുണ്ടെങ്കിലോ ഈ സെയിൽസിനെ തന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്താക്കിയാൽ മതി, കളറിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ കളറുകൾ വന്നു. ഈ കളറിലെ ചേഞ്ചിങ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേ കളറിൽ തന്നെ ഈ നീല എന്നുള്ള കളറിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഡാർക്കായിട്ട് വന്നു, അതിനുവേണ്ടി കുറവുള്ളത് അതിനുവേണ്ടി കുറച്ച് ഡാർക്കായി വന്നു, ദെൻ അതിന് കുറച്ച് കുറവുള്ളത് കുറച്ചും കൂടി കളർ കുറഞ്ഞിട്ട് വന്നു. അപ്പോൾ ആ രീതിയിൽ ഈ കളർ നമുക്ക് നീല കളർ വേണ്ട, വേറെ കളർ വേണമെങ്കിൽ ഇവിടെ കളർ എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കളർ കൊടുക്കുക, ദെൻ ഈ ഓട്ടോമാറ്റിക് പിക്ക് ദ കളർ, നിങ്ങൾക്ക് കളർ ഇതിൽ നിന്ന് പിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് റെഡ് കൊടുക്കുക. റെഡ് ഏതാ, ഇതാണ് റെഡ് അല്ലേ, മീൻസ് ഓൾമോസ്റ്റ് റെഡ്, അല്ലെങ്കിൽ ഗ്രീൻ കൊടുക്കുക. ഗ്രീൻ കൊടുത്തു, ദെൻ ഓക്കെ കൊടുക്കുക, ദെൻ അപ്ലൈ കൊടുക്കുക, ദെൻ ഓക്കെ. അപ്പോൾ കണ്ടോ ഇവിടെ കളർ മാറിയിട്ട് വന്നു. അപ്പോൾ ഇതേ രീതിയിലൊക്കെ നമുക്ക് വ്യത്യസ്തമായ കളറുകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാർ ചാർട്ടിൻ്റെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ ചെയ്തത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വലിച്ചിങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. എല്ലാം പോയി, ദെൻ ഇവിടെ ഇതുണ്ട്, ഇതെല്ലാം ഞാൻ ഒഴിവാക്കി. ഒന്നുകൂടി റിപ്പീറ്റ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഫസ്റ്റ് എനിക്ക് വേണ്ട സം ഓഫ് സെയിൽസ് ഞാൻ എടുത്ത് ഇവിടെ കോളത്തിലേക്ക് കൊണ്ടുപോയിട്ടു. ദെൻ കാറ്റഗറി എന്നുള്ളത് ഡയമെൻഷൻ ആണ്, അതിനെടുത്തിട്ട് റോസിൽ ഇട്ടു. ഓക്കെ, ഇതേ രീതിയിൽ കിട്ടി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചിട്ട് വെക്കാം, എങ്ങനെ വരുന്നത്. സെയിൽസ് എന്നുള്ളത് റോസിൽ ഇട്ടു. ഓക്കെ, ഞാൻ കാറ്റഗറി എന്നുള്ളത് ഞാനിവിടെ കോളത്തിൽ ഇട്ടു. അപ്പോൾ സെയിം ബാർ ചാർട്ട് തന്നെ കിട്ടുന്നത്, പക്ഷേ ഇതെന്തായി വെർട്ടിക്കൽ രീതിയിൽ കിട്ടി. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് ഹയർ ടു ലോവർ ടോപ്പ് ആദ്യം വരണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഓക്കെ, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്ത് വരണം, ഇതിൻ്റെ കാറ്റഗറി സം ഓഫ് സെയിൽസ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിൽസ് എന്നുള്ളത് എടുത്തിട്ട് ലേബലിൽ കൊണ്ടുപോയിട്ടിട്ടു. അപ്പോൾ മുകളിലേക്ക് വന്നു. ദെൻ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സെയിൽസ് എന്നുള്ളതിനെ എന്താക്കി കളറിലേക്ക് കൊണ്ടുപോയിട്ടിട്ടു. ദെൻ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡിഫോൾട്ട് കളറാണ് ഇവിടെ വന്നത്. ഈ കളർ ചേഞ്ച് ചെയ്യാൻ കളറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കളർ, ദെൻ ഇതിന് ഇവിടെ റൈറ്റ് ബട്ടണിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കളർ മാറ്റുക, ഓക്കെ കൊടുക്കുക, ദെൻ അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തു. സിമ്പിൾ അല്ലേ. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യം. ബാർ ചാർട്ട് രണ്ട് ടൈപ്പ്, വെർട്ടിക്കൽ ബാർ ചാർട്ടും ഹൊറിസോണ്ടൽ ബാർ ചാർട്ടും നമ്മൾ പഠിച്ചു. അത് നമ്മൾ ആവശ്യാനുസരണം റോസും ബോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെന്താക്കണം, വീഡിയോ കണ്ട് പാരലായിട്ട് ചെയ്ത് വീഡിയോ എല്ലാം ഫോളോ ചെയ്യുക. നല്ലൊരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.